ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് രതീഷ് പോണത് അത്യാവശ്യം നല്ലൊരു വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. എന്നിട്ട് രതീഷ് പറയുന്നുണ്ട്, ഇതാണ് കല്യാണി നിങ്ങൾക്ക് വേണ്ടി വാടക വെച്ചിരിക്കുന്ന വീട് എന്ന് പറയുമ്പോ പ്രകാശ് ഞെട്ടിപ്പോണം. അയ്യോ, ഇത് ഒത്തിരി വലിയ വീടാണല്ലോ, എനിക്ക് ഈ വീടിന്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ, പിന്നെ എനിക്ക് ഇത്ര വലിയ വീടിന്റെ ആവശ്യമൊന്നുമില്ല. എടോ കടുവേ, തന്റെ കല്യാണി മോണല്ലോ ഇപ്പൊ പഴയ കല്യാണിയല്ല, അവളെ കോടീശ്വരിയാ. കോടികൾ ഇട്ടുമൂടാനുള്ള പണം അവളുടെ കയ്യിലുണ്ട്, അവളെ ഇട്ടുമൂടാനുള്ള പണം അവൾ സമ്പാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിരൺ സാറ് അവളുടെ അച്ഛനും അമ്മയൊക്കെ സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഇതൊക്കെ ചെറിയ നിസ്സാര കാര്യമാണ്. പക്ഷെ അവൾക്കൊരു സ്വഭാവമുണ്ട്, എനിക്ക് ആ സ്വഭാവമാണ് ഇഷ്ടമല്ലാത്തത്. അവളെ വേറൊന്നല്ല, നിങ്ങൾ ഈ സ്നേഹിക്കുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ എത്രമാത്രം അവളെ വേദനിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവൾ നിങ്ങൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഞാൻ കാദംബരിനെ കെട്ടി വരുമ്പോ തൊട്ട് കാണുന്നതല്ലേ അവളെ നിങ്ങൾ ദ്രോഹിക്കണത്. അന്ന് എനിക്കും കണ്ണിന് കുറച്ച് തിമിരം ഉണ്ടായോണ്ട് ഞാനും അത് വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല. നിങ്ങൾ അവളെ ദ്രോഹിക്കുമ്പോ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് എനിക്കും കുറച്ച് അഹങ്കാരവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ കല്യാണിയുടെ കിരൺ സാറിന്റെ കമ്പനി കയറിയ പിന്നെയാണ് ഞങ്ങളുടെ ജീവിതം പച്ച പിടിച്ചത്. ഇപ്പൊ എന്താണ് നന്മയെന്നും എന്താണ് തിന്മയെന്നും മനസ്സിലാക്കാൻ എനിക്കും എന്റെ ഭാര്യയ്ക്കും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നല്ലൊരു മനസ്സ് ഞങ്ങൾക്ക് വന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞും ജനിച്ചത് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങള്. പക്ഷെ തന്റെ ജീവിതം മാറി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കിരൺ സാറും അതുപോലെ ആ വീട്ടിലെ കല്യാണി വെച്ച് ബാക്കി എല്ലാവരും തന്റെ സ്വഭാവം എപ്പോ മാറുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കല്യാണി മാത്രം താനിനി മാറില്ല, താനിത് വലിയ പുണ്യാത്മാവാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കണത്. വന്ന വഴി മടക്കുന്നവളല്ല കല്യാണി. എത്രയൊക്കെ സ്വത്തുക്കൾ ഉണ്ടെങ്കിലും അവളുടെ സ്വഭാവം കണ്ടില്ലേ, പഴയ അതേ സ്വഭാവം തന്നെയാണ്. എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയുള്ളൂ. അത് വേറൊന്നല്ല, ചെറുപ്പത്തിൽ അധികം ആരുടെ കയ്യിൽ നിന്ന് സ്നേഹമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴും അവൾ എല്ലാവരും സ്നേഹിക്കുന്നത് കിരൺ സാറിന്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ. അതുകൊണ്ട് അവൾക്ക് എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ തന്റെ കുറവ് നികത്തിയ ഒരാളുണ്ട് അവളുടെ ജീവിതത്തില്. അവൾ അച്ഛന് ആദ്യം വിളിച്ചത് അയാളെയാണ്. ആരെയെന്നറിയാവോ? കിരൺ സാറിന്റെ അച്ഛന്. അവൾക്ക് സംസാരശേഷി കിട്ടിയ സമയത്തെ അവള് അച്ഛാന്ന് വിളിച്ചത് കിരൺ സാറിന്റെ അച്ഛനെയാണ് അവൾ അച്ഛാന്ന് വിളിച്ചത്. അതുകൊണ്ട് തനിക്ക് അവിടെ വലിയ സ്കോപ്പ് ഒന്നും ഇല്ലടോ എന്ന് പറയാണ്. എനിക്കറിയാം രതീഷ്, ഞാൻ എത്രമാത്രം ക്രൂരനാണെന്നൊക്കെ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും തന്നെ നോക്കാനായിട്ട് ഒരാളുണ്ട്. തനിക്ക് വേണ്ടി പാചകം ചെയ്യും, തനിക്ക് വേണ്ടി എന്തെങ്കിലും അസുഖം കാലൊക്കെ തിരുമ്പി തരാനും തനിക്കൊരു കൂട്ട് കിടക്കാനും വേണ്ടി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് താ പേടിക്കൊന്നും വേണ്ട. പിന്നെ കല്യാണി കാദംബരിയും കാർത്തിയും കൂടി എന്തൊക്കെയോ തീരുമാനത്തിട്ടുണ്ട്. തന്റെ കാലി സ്റ്റീലിടാനോ അതിന് മൊത്തം ചെലവ് വഹിക്കുന്നത് കല്യാണിയാണ് കേട്ടോ. പക്ഷെ എന്നൊക്കെ പറയാണ്. ശേഷം തന്റെയൊക്കെ ഒരു യോഗോടോ ഇങ്ങനത്തേക്ക് ഒരു മക്കളുണ്ടായാൽ അച്ഛനമ്മമാര് പിന്നെ അതേ പുണ്യം ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രതീഷിന്റെ ഒരു വർത്തനം കേൾക്കുമ്പോൾ പ്രകാശിന്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ടെങ്കിലും പ്രകാശൻ അത് കേൾക്കേണ്ടവൻ തന്നെയാണെന്ന് പ്രകാശന് നന്നായിട്ട് അറിയാണ്ട് പ്രകാശൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാരിനെയും സരയൂനെയാണ്. ഷാരി ആണെങ്കിൽ സരയൂന്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും ഓർമ്മശക്തി തിരിച്ച് അതായത് പഴയ ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടാനും ആ ഒരു മെന്റലായിട്ടുള്ള ആ ഒരു ഇത് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും സരയൂന്റെ അടുത്ത്. സരയൂ മോളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. നിന്റെ അച്ഛൻ നീ ജനിച്ചപ്പോൾ മുതൽ നിന്നെ വാശി കയറ്റി നിനക്ക് ചോദിച്ച സാധനമൊക്കെ വാങ്ങിക്കൊടുത്ത് നിന്നെ വാശി കയറ്റി വലിയൊരു അഹങ്കാരിയായിട്ട് മാറ്റി. പിന്നെ അതിലൊരു പങ്ക് എനിക്കും ഉണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് മോളെ നശിച്ചത്. അതിൽ വേറെ ആരെയും നമ്മൾ കുറ്റം പറയേണ്ട. ഇപ്പൊ പോയ കിരണും കല്യാണിയൊക്കെ ഉണ്ടല്ലോ, അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവർ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ അവരെയാണ് ദ്രോഹിച്ചത്. എന്നിട്ട് മോളുടെ ഒരു അവസ്ഥ വന്നപ്പോൾ ആരാ സഹായിക്കാൻ ഓടി വന്നത്? മോളുടെ അച്ഛൻ വന്നോ? അല്ല, വേറെ ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ, കിരണും കല്യാണി മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പൊ മോൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനല്ലേ പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടുവന്നത്. അതുപോലെ തന്നെ കല്യാണിയാണ് ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ തന്നെ നോക്കണത്. നമ്മുടെ കയ്യിൽ 10 പൈസ പോലും ഇല്ല മോളെ. പക്ഷെ നമ്മുടെ ഈ അവസ്ഥയൊക്കെ മാറും. നമ്മൾ ഈ പഴയ അഹങ്കാരമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കും എല്ലാവരും പോലെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും മോളെ. ഉള്ളതുപോലെ ഓണം കൊണ്ടിട്ട് നമുക്ക് അടുത്ത വർഷം നന്നായിട്ട് ജീവിക്കണം. എൻ്റെ മോൾ അടുത്ത വർഷം ഓണത്തിന് സന്തോഷമായിട്ട് ഇരിക്കും. മോൾക്ക് ഒരു കുഞ്ഞുണ്ട്, മോൾക്ക് ഓർമ്മയുണ്ടോ? നീ മിണ്ടാതിരി, എനിക്ക് എൻ്റെ കുഞ്ഞിനെ അറിയാം എന്നൊക്കെ എന്നെ പറയാട്ടോ. ഒരു മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാരി ഇങ്ങനെ വിഷമിക്കുന്നൊക്കെ ഉണ്ട്. സാരി ഇങ്ങനെ കുഞ്ഞ് കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ വാവോ എന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഉറക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുക കേട്ടോ. ഷാരിക്ക് അത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഷാരി കണ്ണൊക്കെ തുറച്ച് അവിടെ തന്നെ നിൽക്കണം. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ സാരി അതിനേക്കാൾ അപ്പുറം പറയും. അതുകൊണ്ടൊന്നും മിണ്ടാതെ ഷാരി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ സരിയുവിനെ നോക്കിക്കൊണ്ട് ഷാരി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പല കാര്യങ്ങളും പറഞ്ഞ് സരിയുവിൻ്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷാരി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ്. മനോഹറിന്റെ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. മനോഹറിന് അങ്ങനെ ബോധം വരിക കേട്ടോ. ബോധം വരുന്ന സമയത്ത് നമ്മുടെ
കിരണും കല്യാണും കൂടി മരിയ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊന്ന് വട്ടാക്കണം. അപ്പൊ മരിയ ഒന്നും അറിയാത്ത പോലെ അവരുടെ അടുത്തേക്ക് പോകണം, പഴയ പോലെ സ്നേഹിക്കണ പോലെ കാണിക്കണം, എന്നിട്ട് അമേരിക്കയിൽ പോകാന്നൊക്കെ പറയണം, എന്നിട്ട് അവനെ ശരിക്കൊരു പണി കൊടുക്കണം, ഇനി ഒരു പെണ്ണിനെ അവൻ ചതിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മരിയ അവരുടെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരിയ അവർ പറഞ്ഞതനുസരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ നമ്മുടെ മനോഹറിനെ കാണാൻ വേണ്ടിയിട്ട്. മനോഹറിന് അപ്പൊ ബോധമുണ്ട്. മനോഹർ നോക്കുമ്പോൾ മരിയ വന്നിരിക്കാട്ടോ. ഈശ്വരൻ ഇവിടേക്ക് എന്തെങ്കിലും സത്യം അറിയാവോ, ഇവിടെ എന്നെ വഴക്ക് പറയാനാണോ തലടിച്ച് പൊട്ടിക്കാനാണോ വന്നത്, എന്താണാവോ എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇങ്ങനെ മനോഹർ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മരിയ ദേഷ്യം വന്നിട്ട് മരിയ ഇവനെ കഴുത്തിനരിച്ച് കൊല്ലാനാ തോന്നുന്നത്. പക്ഷെ കിരണും കാരണം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇവന്റെ മുമ്പിൽ അഭിനയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മരിയ അയ്യോ മനോഹർ ഇത് എന്ത് പറ്റിയടാ, എനിക്ക് നിനക്ക് കാണാൻ വയ്യടാ, നിനക്ക് എന്ത് പറ്റിയടാ എന്നൊക്കെ ചോദിച്ച് വിഷമിക്കുകയാണ്. അയ്യോ ഒന്നുമില്ല മോളെ, നീ വിഷമിക്കേണ്ട, ഒന്നും പറയണ്ട, ഞാൻ ഈ ബാത്റൂമിൽ തല അടിച്ച് വീണതാ, ചത്തൂന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചൊക്കെ ഇട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, 2-3 ദിവസം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും. അയ്യോ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ആരും തലടിച്ച് പൊട്ടിച്ച പോലും ഉണ്ടല്ലോടാ. തലടിച്ച് പൊട്ടിച്ചതല്ല, അതിനെനിക്ക് ശത്രുക്കളൊന്നും ഇല്ലല്ലോ, ഞാൻ ബാത്റൂമിൽ വീണതാണ്, വേറെ പ്രശ്നമൊന്നും ഇല്ല എനിക്ക് എന്നൊക്കെ പറയാണ്. എന്നാൽ ഈ അവസ്ഥയായിടാ, നമുക്ക് ആദ്യത്തെ നമ്മൾ അമേരിക്ക യാത്ര മുടങ്ങിപ്പോയി, 2ാമത്തെ അമേരിക്ക യാത്രയും മുടങ്ങിപ്പോയി, ഇനി 3ാമത്തെ അമേരിക്ക യാത്ര അടുത്ത മാസം 10-ാം തീയതി ബുക്ക് ചെയ്തിട്ടുണ്ടാ, അപ്പോഴെങ്കിലും നമുക്ക് പോകാൻ പറ്റുമോ? അയ്യോ നമ്മൾ 10-ാം തീയതി വീണ്ടും അമേരിക്ക പോവാണോ? വീണ്ടും അല്ല, നമ്മൾ ആദ്യമായിട്ട് അമേരിക്ക പോകണത്, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണ്ടേ? വേണം, നമുക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം, മതിയായി എനിക്ക് ഈ നാടിന് വേണ്ട, ഇനി അമേരിക്ക മലയാളമായിട്ട് എനിക്ക് ജീവിച്ചാൽ മതി എന്ന് മനോഹർ പറയാണ്. ഞാനുണ്ട് നിന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെ ജീവിതാവസാനം വരെ ഉണ്ടാകും എന്നൊക്കെ പറയാണ് മനോഹർ. സമാധാനം, ഏതായാലും ഇവള് വിട്ടിട്ട് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇവളുടെ കൂടെ എങ്ങനെയെങ്കിലൊക്കെ അമേരിക്കയിലേക്ക് പോകണമെന്ന് വെച്ചാൽ മനോഹർ വീണ്ടും ഒരുപാട് കള്ളമൊക്കെ പറഞ്ഞ് മനോഹറിന്റെ പഴയ സ്വഭാവം വീണ്ടും മിനിക്ക് എടുക്കുക കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മനോഹർ ഡിസ്ചാർജ് ആവുകയാണ്. അപ്പൊ മരിയ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മനോഹറിനെ കൊണ്ടുപോണത് മരിയയുടെ ഫ്ലാറ്റിലേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ കിരണല്ല കല്യാണി അതുപോലെ കാർത്തിയും കൂടി പ്രകാശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട്, കാലിൽ സ്റ്റീൽ ഇടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാട്ടോ. ആ പ്രകാശം വേണ്ടെന്നൊക്കെ പറയുമ്പോൾ കല്യാണിയും അതുപോലെ തന്നെ കാർത്തി കൂടി നിർബന്ധിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഏത് ഹോസ്പിറ്റൽ വെച്ചാൽ ഈ മനോഹർ കിടക്കുന്ന ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രകാശിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അതാണ്. അപ്പൊ പ്രകാശിനെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രകാശിന്റെ ഒരു കയ്യിൽ കല്യാണി മറു കയ്യിൽ കാർത്തിയും കൂടി പിടിച്ചിട്ടാണ് പ്രകാശിനെ കൊണ്ട് ഇങ്ങനെ വരുന്നത്. പെട്ടെന്നാണ് കല്യാണി നോക്കുമ്പോഴേക്കും മനോഹർ അവിടെ നിന്ന് ഇങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് ഇങ്ങനെ വരുവാണ്, കൂടെ മരിയാണ് കേട്ടോ. പെട്ടെന്ന് കല്യാണി ഇങ്ങനെ നോക്കുമ്പോഴേക്കും മനോഹറിനെ കാണണം. മനോഹർ അപ്പം തന്നെ മരിയുടെ പുറകിൽ ഇങ്ങനെ ഒഴിക്കുക, ടീഷര ഇവിടെ കണ്ടു, തീർന്നു, ഈ ജീവിതം എന്നെ തൊലഞ്ഞു എന്നൊക്കെ വെച്ചിട്ട് ആകെ പേടിച്ചിരിക്കുകയാണ്. പക്ഷേ കല്യാണി വേറെ നല്ല മരി അപ്പം തന്നെ കല്യാണി നോക്കിയിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം കല്യാണി ഒന്നും അറിയാത്ത പോലെ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് പ്രകാശിന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പ്രകാശ് ഇപ്പം കല്യാണത്തിന് മോളെ ഇത് അവനിത് പുതിയ പെണ്ണായിട്ട് അത് പറയുമ്പോഴേക്കും അച്ഛൻ ഇപ്പം ഒന്നും പറയണ്ട, അവരുടെ ഒരു പണി കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ്, അച്ഛനൊന്നും കാണാത്ത പോലെ നേരെ നടന്നെന്ന് പറയണം. അങ്ങനെ കല്യാണി കാർത്തികയും അതുപോലെ തന്നെ പ്രകാശിന്റെ മനോഹരനെ കാണാത്ത പോലെ അങ്ങോട്ട് പോകുക കേട്ടോ. മരിയ ചോദിക്കണ്ടേ എന്താണ് അവരെ കണ്ടപ്പോൾ നീ മാറി നടന്നത്, നിനക്ക് അവരെ പരിചയമുണ്ടോ? ഇല്ലില്ല, അവളുണ്ടല്ലോ അതെന്റെ അമ്മാവൻ്റെ ഒരു മോളാണ്, അതിൻ്റെല്ലോ കാലിന് വയ്യാതെ നടക്കുന്നത്, അതെന്റെ അമ്മാവനാണ് എന്നൊക്കെ പറഞ്ഞ മനോഹർ വീണ്ടും അവിടെ കള്ളമൊക്കെ പറയണം. പ്രകാശിന്റെ കല്യാണി പറയണ്ട അത് വേറൊന്നല്ല, ഞങ്ങളൊരു പണി കൊടുക്കാൻ പോവാണ്, ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുണ്ടല്ലോ അവൻ മിന്നി കെട്ടിയ പെണ്ണാണ്, ഇത് അറിഞ്ഞിട്ടാണ് സാരി അവന്റെ തലതല്ലി പൊട്ടിച്ചത്, എന്നിട്ട് അവനെ മാറ്റൊന്നുമില്ലല്ലോ മോളെ എന്ന് പറയുമ്പോഴേക്കും അവൻ മാറില്ല അച്ഛാ, അവന്റെ തൊഴിൽ ഇതാണല്ലോ. എന്തായാലും ഈ പ്രാവശ്യം അവൻ ഇനി വേറെ ആരെയും കെട്ടില്ല, കാരണം മരിയെ ഞങ്ങളോട് ഒരു അടിപൊളി പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛനോട് അവിടെ വെച്ച് അവരെ മൈൻഡ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കല്യാണി കൂടെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊമോ ആയിട്ടോ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.